ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഒരിക്കലൊരു യജമാനൻ തൻ്റെ അടിമയെ കഠിനമായി ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. മർദ്ദനം സഹിക്കവയ്യാതെ ആ അടിമ അന്ന് രാത്രി കാട്ടിലേക്ക് ഓടിപ്പോയി. അവൻ കാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യമായി കണ്ടത് കാലിൽ മുള്ളു തറച്ചതിനാൽ വേദന കൊണ്ട് പുളയുന്ന ഒരു സിംഹത്തെയായിരുന്നു. സധൈര്യം അവൻ സിംഹത്തിന്റെ മുന്നിലേക്ക് ചെന്ന് സിംഹത്തിന്റെ കാലിൽ തറച്ച മുള്ള് സൗജന്യമായി അവൻ നീക്കിക്കൊടുത്തു. സിംഹം അവനെ ഉപദ്രവിക്കാതെ വളരെ മന്ദമായി കാട്ടിലേക്ക് മടങ്ങിപ്പോയി. കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ അടിമയുടെ യജമാനൻ ആ കാട്ടിലേക്ക് വേട്ടയാടുന്നതിന് വേണ്ടി വന്നു. നിരവധി മൃഗങ്ങളെ പിടിക്കുകയും തൻ്റെ കൂട്ടിലടയ്ക്കുകയും ചെയ്തു. അതിനിടയിൽ ആ അടിമയെ ക്രൂരനായ യജമാനന്റെ ആളുകൾ കണ്ടെത്തി. അടിമയെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് എറിയുവാൻ യജമാനൻ ജോലിക്കാരോട് ആജ്ഞാപിച്ചു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, സിംഹം അവനെ ഉപദ്രവിച്ചില്ല. ഭാഗ്യവശാൽ ആ അടിമയെ ഇട്ട കൂട് അവൻ സഹായിച്ച സിംഹത്തെ അടച്ച കൂടായിരുന്നു. താമസിക്കാതെ അവൻ സിംഹത്തെ തുറന്നുവിടുകയും സിംഹവും അവനും കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ട് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. മൃഗങ്ങൾ ക്രൂരരാണ് എന്നാണ് പൊതുവെ നാം പറയുന്നത്. എന്നാൽ മൃഗങ്ങളെക്കാൾ എത്രയോ ക്രൂരരാണ് ചില മനുഷ്യർ. തന്നെ സഹായിച്ച മനുഷ്യനെ ആ സിംഹം ഉപദ്രവിക്കാതെ സഹായകരമായി മാറിയെങ്കിൽ നമ്മെ സഹായിക്കുന്ന എത്രയോ പേരെ ക്രൂരമായി ചതിക്കുന്ന മൃഗത്തെക്കാൾ അധപ്പതിച്ച ചില മനുഷ്യർ നമുക്കിടയിലുണ്ട്.